വെൽക്കം ടു മൈ ചാനൽ PSC കറണ്ട് അഫെയർസ്. അപ്പോൾ നമ്മളിതിനു മുമ്പ് കേരളത്തിനെ സംബന്ധിച്ച PSC ബുള്ളറ്റിനിൽ വന്നിട്ടുള്ള 2024 ഫുൾ കറണ്ട് അഫെയർസ് വീഡിയോസാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ബാക്കിയായിട്ട് ഉള്ള വീഡിയോ ആണ് ഇത്. ഇതിനു മുമ്പ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, അത് അന്ന് കംപ്ലീറ്റ് ചെയ്യാൻ എനിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതിൻ്റെ അതേ പേജ് തന്നെ നമ്മൾ ഇപ്പോൾ ഫുള്ളായിട്ട് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കംപ്ലീറ്റ് ചെയ്യും. ആദ്യം തന്നെ നമുക്ക് ക്വസ്റ്റ്യൻസിലോട്ട് കിടക്കാം. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ക്യാൻസറിൻ്റെ ക്യാൻസർ മരുന്നുകൾ ഏറ്റവും കുറഞ്ഞ വിലയിൽ പൊതുജനങ്ങൾക്ക് ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ ആരോഗ്യവകുപ്പ് ആരംഭിച്ച പദ്ധതി അതുവരെയാണ് നമ്മൾ പറഞ്ഞത്. പദ്ധതി എല്ലാവർക്കും ഓർമ്മയുണ്ടോ? കാരുണ്യ സ്പർശം എന്നായിരുന്നു പദ്ധതിയുടെ പേര്. അടുത്ത് നോക്കാം. പ്രകൃതി ദുരന്തങ്ങൾ ഒഴിവാക്കാൻ പരിസ്ഥിതി ഓഡിറ്റിംഗ് നടത്തണമെന്ന് നിർദ്ദേശിച്ച ഹൈക്കോടതി ഏതാണ് ചോദിച്ചേക്കുന്നത്? പ്രകൃതി ദുരന്തങ്ങൾ കാണാൻ പറ്റുന്നുണ്ടോ നിങ്ങൾക്ക്? പ്രകൃതി ദുരന്തങ്ങൾ ഒഴിവാക്കാൻ പരിസ്ഥിതി ഓഡിറ്റിംഗ് നടത്തണമെന്ന് നിർദ്ദേശിച്ച ഹൈക്കോടതിയാണ് കേരള ഹൈക്കോടതി. ഏതാണ്? കേരള ഹൈക്കോടതി. കേരള ഹൈക്കോടതിയാണ്. കേരളത്തിലെ ആദ്യത്തെ റോബോട്ടിക് പാർക്ക് നിലവിൽ വരുന്നത് തൃശ്ശൂരാണ്. കേരളത്തിലെ ആദ്യത്തെ റോബോട്ടിക് പാർക്ക്. അവിടെ മൊത്തം റോബോട്ടുകളാണെന്ന് ഓർത്താൽ മതി. പാർക്കിൽ മുഴുവൻ റോബോട്ടുകൾ. അത് തൃശ്ശൂരാണ് എന്നൊന്ന് ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്ത് വെച്ചേക്കാം. കേരളത്തിലെ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഉൽപ്പന്നങ്ങൾ വിതരണം ചെയ്യാൻ സംസ്ഥാന സർക്കാരിന് കീഴിൽ നിലവിൽ വന്ന ഇ-കൊമേഴ്സ് പ്ലാറ്റ്ഫോമാണ് കെ-ഷോപ്പി. കേരളത്തിലെ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഉൽപ്പന്നങ്ങൾ വിതരണം ചെയ്യാനായിട്ട് സംസ്ഥാന സർക്കാരിന് കീഴിൽ നിലവിൽ വന്ന ഇ-കൊമേഴ്സ് പ്ലാറ്റ്ഫോമാണ് ഈ കെ-ഷോപ്പി. നമുക്കറിയാം കേരളത്തിൻ്റെ എല്ലാ പദ്ധതികൾക്കും ഇപ്പോൾ കെ ഉണ്ടല്ലേ മുമ്പിൽ. കെ ഫോൺ, കെ മാർട്ട്, അങ്ങനെ. അപ്പോൾ അതുപോലെയാണ് കെ-ഷോപ്പി. കേരളത്തിൽ ഇൻഡസ്ട്രിയൽ സ്മാർട്ട് സിറ്റി സ്ഥാപിക്കുന്നത് പുതുശ്ശേരി പാലക്കാടാണ്. കേരളത്തിലെ പുതിയതായിട്ട് ഇൻഡസ്ട്രിയൽ സ്മാർട്ട് സിറ്റി സ്ഥാപിതമാകുന്നത് പാലക്കാട് ജില്ലയിലെ പുതുശ്ശേരി എന്ന സ്ഥലത്താണ്. അടുത്ത നോക്കി. കേരളത്തിലെ ആദ്യത്തെ വാട്ടർ സ്ട്രീറ്റ് ടൂറിസം പദ്ധതി ആരംഭിച്ച സ്ഥലം കോട്ടയത്തെ മറവൻതുരുത്തിലാണ്. മറവൻതുരുത്ത്. കേരളത്തിലെ ആദ്യത്തെ വാട്ടർ സ്ട്രീറ്റ്. അപ്പോൾ നമുക്കറിയാം ഒരു തുരുത്തായിരിക്കും, എന്തുമായാലും ഒരു വാട്ടർ സ്ട്രീറ്റ് ആയിട്ട് വരിക. കാരണം ധാരാളം വെള്ളം, ചുറ്റിനും വെള്ളം ഉണ്ടായിരിക്കണം. അപ്പം അവിടെയാണ് മറവൻതുരുത്തിലാണ്. ആ സ്ഥലം ഓർത്ത് വെച്ചേക്കാം, മറവൻതുരുത്ത്. ഒരു തുരുത്തെന്നെങ്കിലും ഓർക്കുക. കോട്ടയം ജില്ലയിലെ സ്ഥലമാണ് മറവൻതുരുത്ത്. അടുത്ത് നോക്കിയാൽ കർഷകരെ സഹായിക്കാൻ കൃഷിയിടത്തിൽ ഏർപ്പെടുത്തുന്ന കുടുംബശ്രീയുടെ ഡ്രോൺ സംവിധാനത്തിൻ്റെ പേരാണ് ഡ്രോൺ ശ്രീ. കാണുന്നുണ്ടോ? ഡ്രോൺ ശ്രീ. കൃഷിയിടത്തിൽ കർഷകരെ സഹായിക്കാൻ കുടുംബശ്രീ ഏർപ്പെടുത്തുന്ന സംവിധാനമാണ് കേട്ടോ. അതിന് ആ പേരിൽ തന്നെ ഉണ്ട്, ഒരു ശ്രീ ഉണ്ട്. കുടുംബശ്രീയിൽ ഒരു ശ്രീ ഉണ്ട്. പിന്നെ ഡ്രോൺ സംവിധാനമാണ്. അപ്പം ആർക്കാ? കർഷകരെ സഹായിക്കാൻ കുടുംബശ്രീ നൽകുന്ന ഡ്രോൺ സംവിധാനമാണ് ഡ്രോൺ ശ്രീ. കേരളത്തിലെ ആദ്യത്തെ എഡ്യൂക്കേഷൻ ഹബ്ബ് നിലവിൽ വരുന്നത് കണ്ണൂരിലെ പിണറായി എന്ന് പറയുന്ന സ്ഥലത്താണ്. എഡ്യൂക്കേഷൻ ഹബ്ബ് നമുക്കറിയാം, നമ്മുടെ ചീഫ് മിനിസ്റ്റർ പിണറായി വിജയനാണ്. അപ്പോൾ അതുമായിട്ടൊന്ന് കണക്ട് ചെയ്ത് വെക്കാം. എഡ്യൂക്കേഷൻ ഹബ്ബ്, ആദ്യത്തെ എഡ്യൂക്കേഷൻ ഹബ്ബാണ് കേരളത്തിലെ പിണറായി, കണ്ണൂർ. നമുക്കറിയാം ഇപ്പം കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാലം മുഖ്യമന്ത്രി പദവി അലങ്കരിച്ച വ്യക്തിയാണ് പിണറായി വിജയൻ. അപ്പം അത് നമ്മൾ പഠിക്കണ്ടേ? അപ്പോൾ അതൊരു എഡ്യൂക്കേഷൻ്റെ ഭാഗമല്ലേ. അപ്പോൾ ആദ്യത്തെ എഡ്യൂക്കേഷൻ ഹബ്ബ് നിലവിൽ വരുന്നത് പിണറായി, കണ്ണൂർ. ഇങ്ങനെ ഓർത്ത് വെക്കാം. അടുത്തൊക്കെ അമീബിക് മസ്തിഷ്ക ജ്വരത്തിനെതിരെ ഇന്ത്യയിൽ ആദ്യമായി ആക്ഷൻ പ്ലാൻ രൂപീകരിക്കുന്ന സംസ്ഥാനമാണ് കേരളം. അമീബിക് നമുക്കറിയാം, കഴിഞ്ഞ വർഷം കുറേ സമയങ്ങളിലും തിരുവനന്തപുരത്ത് പലയിടങ്ങളിലും അമീബിക് മസ്തിഷ്ക ജ്വരം വ്യാപിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു ആക്ഷൻ പ്ലാൻ രൂപീകരിച്ചതാണ് നമ്മുടെ കേരളം. അപ്പം ഇന്ത്യയിൽ ആദ്യമായി അങ്ങനെ ഒരു ആക്ഷൻ പ്ലാൻ കൊണ്ടുവരുന്ന സംസ്ഥാനം കേരളമാണ്. അടുത്ത് നോക്കൂ. കുടുംബശ്രീ പ്രവർത്തനങ്ങൾ കൂടുതൽ പട്ടികവർഗ മേഖലകളിൽ എത്തിക്കുന്നതിന് വേണ്ടി ആരംഭിക്കുന്ന ക്യാമ്പയിനാണ് പ്രകൃതിയോടൊപ്പം. കാണുന്നുണ്ടോ? പ്രകൃതിയോടൊപ്പം.
കുടുംബശ്രീ അത് ഒന്ന് ഓർത്തിരിക്കട്ടോ, ചിലപ്പോൾ ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ആണ്. കുടുംബശ്രീ പ്രവർത്തനങ്ങൾ, അപ്പോൾ നമുക്ക് മിക്കവാറും ഉള്ള ജില്ലകളിൽ പല ഭാഗങ്ങളിലും എന്തുണ്ട്, കുടുംബശ്രീയുടെ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ടെന്ന്. അപ്പം അത് പട്ടികവർഗ മേഖലകളിലോട്ടും കൂടെ കൂടുതൽ വ്യാപിപ്പിക്കാൻ വേണ്ടിയിട്ട് ആരംഭിച്ച ക്യാമ്പയിനാണ് പ്രകൃതിയോടൊപ്പം. അടുത്ത് നോക്കി, കേരളത്തിലെ ആദ്യ പക്ഷി പഠന കേന്ദ്രം നിലവിൽ വരുന്ന ജില്ല കോട്ടയം കടപ്പൂരാണ്. കടപ്പൂർ ആദ്യ പക്ഷി പഠന കേന്ദ്രമാണ് നിലവിൽ വരുന്നത്. നമുക്കറിയാം കുമരകമൊക്കെ പക്ഷി സങ്കേതം കോട്ടയത്തല്ലേ, അപ്പം അങ്ങനെ ഓർത്തു വെക്കൂ. കേരളത്തിലെ ആദ്യ പക്ഷി പഠന കേന്ദ്രം നിലവിൽ വരുന്ന ജില്ല കോട്ടയം കടപ്പൂർ. അടുത്തതിലോട്ട് കിടന്നാലോ. 2024 ഒക്ടോബറിൽ അന്തരിച്ച പ്രശസ്ത സിനിമാ നടനാണ് TP മാധവൻ. നമ്മൾ പല സിനിമകളിലും അതായത് പഴയകാല സിനിമകളിലൊക്കെ കണ്ടിട്ടുണ്ട്. ഇദ്ദേഹം ഗാന്ധി ഭവനിലായിരുന്നു അവസാന നാളിലൊക്കെ, അപ്പം അവിടെ വെച്ചാണ് അയാൾ അന്തരിച്ചത്. അപ്പം അങ്ങനെ ഓർത്തിരിക്കുക. പിന്നെ അടുത്ത് നോക്കി, അമ്മയുടെ ആദ്യ ജനറൽ സെക്രട്ടറി ആയിരുന്നു നടനും TP മാധവനാണ്. അടുത്ത് നോക്കൂ, വീടുകളിൽ ഒറ്റപ്പെട്ടു പോയവർക്ക് സാന്ത്വനവും സംരക്ഷണവും ഉറപ്പാക്കുന്ന കുടുംബശ്രീയുടെ പദ്ധതിയാണ് സ്നേഹിത. കുടുംബശ്രീയുടെ പദ്ധതികളൊക്കെ ഒന്ന് ഓർത്തിരിക്കണേ, കാരണം അതൊക്കെ പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അതായത് വീടുകളിൽ ഒറ്റപ്പെട്ടു പോയവർക്ക്, അപ്പം വീട്ടിനകത്ത് ഒറ്റപ്പെട്ടിരിക്കുന്നവർക്ക് എന്തില്ല, കൂട്ടില്ല ആരും. അപ്പം അതിനുവേണ്ടി സാന്ത്വനവും സംരക്ഷണവും ഉറപ്പാക്കുന്ന കുടുംബശ്രീയുടെ പദ്ധതിയാണ് സ്നേഹിത. സ്നേഹിത എന്ന് പറയുമ്പോൾ ഒരു കൂട്ടുകാരിയെ പോലെ ആണെന്ന് ഓർത്താൽ മതി. സ്നേഹിത, നമ്മുടെ കൂട്ടുകാരിയുടെ പേര് സ്നേഹിത എന്ന് ഓർത്തിരിക്കൂ. അപ്പം വീട്ടിൽ ഒറ്റപ്പെട്ടു പോയവർക്കൊരു കൂട്ടാണ് സ്നേഹിത എന്നോർത്ത് വെച്ചാൽ മതി. വീട്ടിൽ വൈഫൈ കണക്ഷൻ ഉണ്ടെങ്കിൽ രാജ്യത്ത് എവിടെ പോയാലും അതിൽ നിന്നുള്ള ഇൻ്റർനെറ്റ് ഉപയോഗിക്കാവുന്ന BSNL സേവനമാണ് സർവത്ര. അത് പേരിൽ തന്നെ ഉണ്ടല്ലേ, നെറ്റ് ഉണ്ടെങ്കിൽ എവിടെ പോയാലും സർവത്ര വ്യാപിയായിട്ട് ഉപയോഗിക്കാം. പക്ഷേ അതിനൊരു പ്രത്യേകതയുണ്ട്, കണ്ടോ, രാജ്യത്ത് എവിടെ പോയാലും, അതായത് ഇന്ത്യയിലാണല്ലോ BSNL ഉള്ളത്, അപ്പോൾ ഈ രാജ്യത്ത് എവിടെ പോയാലും നമുക്ക് ആ സർവത്ര വ്യാപിയായിട്ട് വൈഫൈ കണക്ഷൻ ഉപയോഗിക്കാം. അതാണ് സർവത്ര, എവിടെ പോയാലും. അടുത്ത് നോക്കൂ, കേന്ദ്ര സർക്കാരിൻ്റെ ബെസ്റ്റ് റൂറൽ ടൂറിസം വില്ലേജ് അവാർഡ് സ്വന്തമാക്കിയ കേരളത്തിലെ വില്ലേജുകളാണ്. ടൂറിസം വില്ലേജാണ് ബെസ്റ്റ് റൂറൽ ടൂറിസം വില്ലേജ്. നോക്കൂ ഏതൊക്കെയാണ്, കുമരകം കോട്ടയം, കടലുണ്ടി കോഴിക്കോട്. ഇത് രണ്ടുമാണ് കേരളത്തിലെ ബെസ്റ്റ് റൂറൽ ടൂറിസം വില്ലേജ്. റൂറൽ എന്ന് പറയുമ്പോൾ ഇച്ചിരി ഉൾനാട് പ്രദേശങ്ങൾ. കുമരകം കോട്ടയം, കടലുണ്ടി കോഴിക്കോട്. നോക്കി അടുത്ത ചോദ്യം, ആദ്യ മൃഗശ്മശാനം നിലവിൽ വരുന്ന കേരളത്തിലെ ജില്ലയാണ് തൃശ്ശൂർ. നമ്മൾ കുറച്ച് മുമ്പ് തൃശ്ശൂരിൻ്റെ എന്തോ ഒരു ഫാക്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഓർമ്മയുണ്ടോ? നമ്മൾ തൃശ്ശൂരിൻ്റെ ഏത് ഫാക്റ്റാണ് നേരത്തെ പറഞ്ഞതെന്ന്? നമ്മൾ ആദ്യമേ തുടങ്ങിയപ്പോൾ പറഞ്ഞ റോബോട്ടിക് പാർക്ക് നിലവിൽ വരുന്നത് തൃശ്ശൂരാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. തൃശ്ശൂർ റോബോട്ടിക് പാർക്ക് നിലവിൽ വരുന്നത് കാണുന്നുണ്ടോ? റോബോട്ടിക് പാർക്ക് നിലവിൽ വരുന്നത് തൃശ്ശൂരാണ്. തൃശ്ശൂർ വേണ്ട കിടക്കുന്നു. ആദ്യത്തെ റോബോട്ടിക് പാർക്ക് നിലവിൽ വരുന്നത് തൃശ്ശൂരാണ്, കണ്ടോ. അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞത് മൃഗശ്മശാനം നിലവിൽ വരുന്നതും തൃശ്ശൂരാണ്. മൃഗശ്മശാനം നിലവിൽ വരുന്നത് തൃശ്ശൂരാണ്. അടുത്ത് നോക്കൂ, മെത്തനോളിൽ പ്രവർത്തിക്കുന്ന ഇന്ത്യയിലെ ആദ്യ വൈദ്യുതി നിലയം നിലവിൽ വരുന്നത് കായംകുളമാണ്. മെത്തനോളിൽ പ്രവർത്തിക്കുന്ന ഇന്ത്യയിലെ തന്നെ നാഫ്തയിൽ പ്രവർത്തിക്കുന്ന ആണവ നിലയവും കായംകുളത്താണ്. നമുക്കറിയാം നാഫ്ത, NTPC നമ്മൾ പറയത്തില്ലേ, അതിൽ നാഫ്തയാണ് കായംകുളത്തെ ഇന്ധനം. ഇപ്പം മെത്തനോളിൽ പ്രവർത്തിക്കുന്നതും എവിടെയാണ് ആരംഭിച്ചിരിക്കുന്നത്? കായംകുളത്താണ് ആരംഭിച്ചിരിക്കുന്നത്. ഇന്ത്യയിലെ ആദ്യ വൈദ്യുതി നിലയമാണ് കേട്ടോ മെത്തനോളിൽ പ്രവർത്തിക്കുന്നത്. അത് ഇമ്പോർട്ടൻ്റ് ആണേ, ഓർത്തിരിക്കണേ. അടുത്ത നോക്കാം. അടുത്ത ചോദ്യം നോക്കൂ, പക്ഷാഘാതം നിർണ്ണയിക്കുന്നതിന് മുമ്പ് താമസം ഒഴിവാക്കി പെട്ടെന്ന് ചികിത്സ ലഭ്യമാക്കാൻ ലക്ഷ്യമിട്ട് തയ്യാറാക്കുന്ന പദ്ധതിയാണ് മിഷൻ സ്ട്രോക്ക്. സ്ട്രോക്കാണ് ഈ പക്ഷാഘാതം എന്ന് പറയുന്നത്, അറിയാമല്ലോ. അപ്പം അതിനെ താമസിക്കുമ്പം എന്ത് ചെയ്യും, ചികിത്സ താമസിക്കുന്നതോടെ എന്ത് ചെയ്യും, അത് നില വഷളായിക്കൊണ്ടിരിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട്
പെട്ടെന്ന് കൊടുക്കുക ആ ഒരു മിഷൻ ചികിത്സ ലഭ്യമാക്കുന്ന പദ്ധതിയാണ് മിഷൻ സ്ട്രോക്ക്. നോക്കൂ, സംസ്ഥാന ഭിന്നശേഷി കലാമേളയുടെ വേദിയായ ജില്ല. സംസ്ഥാന ഭിന്നശേഷി കലാമേളയുടെ വേദിയായ ജില്ലയാണ് കാസർഗോഡ്. കണ്ടോ, കാസർഗോഡ്. കലാമേളയ്ക്ക് നൽകിയ പേരുണ്ട്, കണ്ടോ, അഭിന്നം എന്നാണ് ആ കലാമേളയ്ക്ക് നൽകിയിരിക്കുന്ന പേര്, കണ്ടോ. അപ്പം സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൻ്റെ വേദി എവിടെയായിരുന്നു നമുക്കറിയാം, ട്രിവാൻഡ്രമാണ്. ജേതാക്കൾ തൃശ്ശൂരാണ്. പിന്നെ അതിൻ്റെ കൂടെ നമ്മൾ ഓർത്തിരിക്കേണ്ട മറ്റ് 2 പോയിൻ്റ് കൂടെ, കായികമേള നടന്നത് എറണാകുളം ജില്ലയിലാണ്, ശാസ്ത്രമേള നടന്നത് ആലപ്പുഴ ജില്ലയിലാണ്. ഇതൊക്കെ ഓർത്തിരിക്കുക. ഇപ്പം നമ്മൾ പഠിച്ചു ഭിന്നശേഷി കലാമേളയുടെ വേദിയാണ് കാസർഗോഡ്. അതിന് നൽകിയ പേരെന്തായിരുന്നു? അഭിന്നം എന്ന് പറഞ്ഞാൽ അതിൽ തന്നെ ഉണ്ട്, ഭിന്നശേഷി കലാമേളയുടെ അഭിന്നം. കണ്ടോ, ഭിന്നം. കേരളത്തിലെ എറണാകുളം ജംഗ്ഷൻ മുതൽ ഷൊർണൂർ ജംഗ്ഷൻ വരെയുള്ള റെയിൽപാതകളിൽ തീവണ്ടികൾ കൂട്ടിയിടിക്കുന്നത് ഒഴിവാക്കാൻ നിലവിൽ വരുന്ന